ഏതൊരു പ്രേക്ഷകനും നിസ്സംശയം ഉറപ്പിച്ചിരുന്നു ഇത്തവണത്തെ പുരസ്കാരങ്ങളെല്ലാം ഉർവശി എന്ന മഹാനടിയുടെ കയ്യിൽ ഒതുങ്ങുമെന്ന്. ഉള്ളൊഴുക്കിലെ ലീലാമ്മ എന്ന കഥാപാത്രത്തിലൂടെ മലയാളി സിനിമാ പ്രേമികൾക്ക് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ഉർവശി എന്ന പ്രതിഭയുടെ ശക്തമായ തിരിച്ചുവരവിനാണ് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത്. ഇടയ്ക്കിടെ മലയാളത്തിലും മറ്റു ഭാഷകളിലും സിനിമകൾ ചെയ്തിരുന്നുവെങ്കിലും കുറെ കൂടി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ ഉർവശിയിൽ നിന്നും മലയാളികൾ എന്നും ആഗ്രഹിച്ചിരുന്നു. അത്തരമൊരു കഥാപാത്രത്തെയാണ് ഉള്ളൊഴുക്കിൽ പ്രേക്ഷകർക്ക് കാണാനായത്. മലയാള സിനിമയിൽ നായികയായും പ്രതിനായികയായും സ്വഭാവ നടിയായും ഉർവശിയെപ്പോലെ നിറഞ്ഞാടിയ വേറൊരു അഭിനേത്രി ഉണ്ടോ എന്നത് സംശയമാണ്. മലയാളത്തിനൊപ്പം തമിഴിലും കന്നഡയിലും തെലുങ്കിലും നിറഞ്ഞു നിന്ന ഉർവശി തുടർച്ചയായി 3 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. മികച്ച സ്വഭാവ നടിക്കുള്ള ദേശീയ പുരസ്കാരവും 5 തവണ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 2 തവണ തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരവും ഉർവശി നേടിയിട്ടുണ്ട്. അക്കൂട്ടത്തിലേക്കാണ് മികച്ച നടിക്കുള്ള ഇത്തവണത്തെ കേരള സംസ്ഥാന പുരസ്കാരം കൂടി എത്തുന്നത്. ഇന്ന് കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ സിനിമാ പ്രേമികൾ അന്വേഷിക്കുന്നത് ഉർവശിക്കൊപ്പം മികച്ച നടിക്കുള്ള അവാർഡ് പങ്കിട്ട ബീന ആർ ചന്ദ്രനെ കുറിച്ച് കൂടിയാണ്. തടവ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ബീന ആർ ചന്ദ്രനെ തേടി പുരസ്കാരം എത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ജിയോ മാമി മുംബൈ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രമായിരുന്നു തടവ്. മത്സര വിഭാഗത്തിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. സൗത്ത് ഏഷ്യയിൽ നിന്ന് മത്സര വിഭാഗത്തിലേക്ക് മാത്രമായി ലഭിച്ച 1000-ലധികം എൻട്രികളിൽ നിന്ന് 14 ചിത്രങ്ങൾ മാത്രമാണ് ഇതിൽ മത്സര വിഭാഗത്തിൽ ഇടം പിടിച്ചിരുന്നത്. അതിലൊന്നായിരുന്നു തടവ്. അതുപോലെ IFFK 2023 മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരവും പ്രേക്ഷക പ്രീതി നേടിയ സിനിമയ്ക്കുള്ള അവാർഡും നേടിയ ചിത്രം കൂടിയാണ് തടവ്. സ്കൂൾ അധ്യാപികയും തിയേറ്റർ ആർട്ടിസ്റ്റുമായ ബീന ആർ ചന്ദ്രൻ മോണോ ആക്ട്, മിമിക്രി, നാടകം എന്നിങ്ങനെ കലാരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ്. പാട്ടുകളും കവിതകളുമൊക്കെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന കലാകാരി കൂടിയാണ് ബീന ആർ ചന്ദ്രൻ. തടവിൽ ഗീത ടീച്ചർ എന്ന കഥാപാത്രത്തെയാണ് ബീന ആർ ചന്ദ്രൻ അവതരിപ്പിച്ചത്. 2 തവണ വിവാഹമോചിതയായ കഥാപാത്രമാണ് തടവിലെ ഗീത. സെൽഫ് ലവ്, സെൽഫ് എക്സ്പ്രഷൻ, സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മികച്ച രീതിയിൽ സംവദിക്കാൻ ഈ കഥാപാത്രത്തിന് കഴിഞ്ഞിരുന്നു. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വഴിത്തിരിവുകൾ മികച്ച രീതിയിലാണ് ബീന ആർ ചന്ദ്രൻ സിനിമയിൽ അവതരിപ്പിച്ചത്. ഉർവശിക്കൊപ്പം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുക എന്നത് തന്നെ എത്ര മികവുറ്റതായിട്ടായിരിക്കും ഈ കഥാപാത്രമായി ബീന ആർ ചന്ദ്രൻ ജീവിച്ചതെന്നത് വ്യക്തമാക്കി തരുന്നുണ്ട്. ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയായിരുന്നു ബീന ആർ ചന്ദ്രൻ. FR പ്രൊഡക്ഷൻസിന്റെയും ബഞ്ച് ഓഫ് കോക്കനട്ട്സിന്റെയും ബാനറിൽ ഫാസിൽ റസാഖ്, പ്രമോദ് ദേവ് എന്നിവർ നിർമ്മിച്ച് ഫാസിൽ റസാഖ് എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് തടവ്. ബീന ആർ ചന്ദ്രനൊപ്പം സുബ്രഹ്മണ്യൻ, അനിത MN, വാപ്പു, ഇസാഖ് മുസാഫിർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. 40-ലധികം പുതുമുഖങ്ങൾ അഭിനയിച്ച ഈ ചിത്രം പൂർണ്ണമായും ചിത്രീകരിച്ചത് പാലക്കാട് പട്ടാമ്പിക്കടുത്തുള്ള പ്രദേശങ്ങളിലാണ്.